ആഹാ, അമ്മയുടെ അമ്മുക്കുഞ്ഞ് എണീറ്റോ? ദേ വേഗം കുളിച്ച് സുന്ദരിയായി സ്കൂളിൽ പോവാൻ നോക്ക്. ഇന്ന് പിറന്നാളല്ലേ, അമ്പലത്തിൽ പോണ്ടേ? സുജയ, നീ ചിട്ടിയുടെ പൈസ കൊടുത്തിരുന്നാ? അമ്മേ, അച്ഛൻ എനിക്ക് കുലിസ് വാങ്ങി വന്നിനോ? കൊലസ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. നീ ഞാൻ ചോദിച്ച കേട്ടില്ലേ? ഓ, കണ്ണു തെളിഞ്ഞോ? ഇപ്പോഴാണോ ബോധം വന്നേ? ഇന്നലെ എന്ത് കോലത്തിലാ കയറി വന്നേന്ന് വല്ല ഓർമ്മയുണ്ടോ? അതെങ്ങനെയാ? കുടിച്ച് 4 കാലിലല്ലേ വരുന്നേ? എന്തെങ്കിലും ബോധം വേണ്ടേ? വീട് നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടല്ലോ. ദേ, അവളുടെ കൊലുസ് എപ്പോഴാ കൊണ്ടുവരാന്ന് ചോദിച്ചു നടക്കണ്ട അവള്. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞ്, ഇല്ലെങ്കിൽ അതും ആഗ്രഹിച്ച് നടക്കും അവള്. കൊച്ചിന് വെറുതെ ആശ കൊടുക്കാൻ നിൽക്കണ്ട. അച്ഛന്റെ മോളിന്ന് സ്കൂളിൽ പോണില്ലേ? അച്ഛാ, ഇന്നെങ്കിലും എനിക്ക് ആ കുലിസ് മേടിച്ചു തരുമോ? ഇന്ന് അച്ഛൻ എന്തായാലും മോൾക്ക് കൊലുസ് കൊണ്ടുവരും. അമ്മ കുളിച്ചു സ്കൂളിൽ പോവാൻ നോക്കിയേ. അടുക്കളയിൽ ഓട് പൊട്ടിയിട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോഴാ അവളുടെ ഒരു കൊലുസ്. ഇങ്ങോട്ട് വാടി, കൈ ഇങ്ങോട്ട് നീട്ടടി. പല്ല് വെച്ച് കുളിച്ച് സ്കൂളിൽ പോവാൻ നോക്ക് കേട്ടാ. ചിട്ടിയുടെ കാര്യം പറഞ്ഞില്ല. ചിട്ടിയുടെ പൈസ എങ്ങനെ കൊടുക്കുമെന്ന് ഒരു പിടുത്തവും. നീ ആ ഗോപനോടൊന്ന് പറഞ്ഞു നോക്ക്, അവൻ പെട്ടെന്ന് ശരിയാക്കും. പറഞ്ഞു നോക്കാം. ഇവിടെ ഒരാളോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നും കള്ളൊടിച്ച് ബോധമില്ലാതല്ലേ രാത്രി കയറി വരുന്നത്. ഞാനെന്നാലേ ഓളെ സ്കൂളിൽ പറഞ്ഞേക്കട്ടെ. നീ ഇത് ഇനിയും കഴിച്ചില്ലേ? മെല്ലനെ കഴിച്ചാ മതി. പോകുന്ന വഴിക്ക് ഇത് അമ്പലത്തിലിടണം. എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കണം. അച്ഛനെ കുളിയൊക്കെ നടത്തണ്ടേ? അമ്മേ, ഇത്രയും കൂടിയും പൈസ തരുമോ? എന്തിനാ? കണ്ണന് പിറന്നാളിന് മിഠായി മേടിച്ചു കൊടുക്കാനാ. അല്ലെങ്കിൽ അത് മതി, അവൻ പിണങ്ങും. അതെ, അവനോട് അടുത്ത പിറന്നാൾ വാങ്ങിച്ചിരാന്ന് പറ. നീ വേഗം സ്കൂളിൽ പോകാൻ നോക്ക്. അച്ഛാ, എന്റെ സ്കൂളിൽ മീനാക്ഷിയിൽ അവരുടെ വീട്ടിലൊരു പുതിയ മുയലിനെ മേടിച്ചു. അതിന് കാണാൻ എന്ത് രസമാണെന്ന് അറിയാവോ? ഒരു ബൊമ്മേനെ പോലെ ഉണ്ട് അതിനെ കാണാൻ. നമുക്ക് മേടിക്കാച്ചേട്ടനെ. ചേട്ടാ, എന്നാടെ പണി? അടുത്ത ആഴ്ച ശരത്തിന്റെ കല്യാണം ഇല്ലേ, അവന്റെ വീട്ടിലാ. ശരി. അച്ഛാ, അമ്പലത്തിലെ തീയാവാറായോ? അതിന് ഇനിയും സമയമുണ്ടല്ലോ മോളെ, അടുത്ത ആഴ്ചയല്ലേ. എനിക്ക് നല്ലൊരു ബൊമ്മേനെ വാങ്ങിത്തരുമോ? മോക്ക് അച്ഛൻ നല്ല വലിയൊരു ബൊമ്മനെ തന്നെ വാങ്ങിച്ചു തരാം. എന്താ പോരെ? നീ ആ ബാങ്കിൽ പോയിട്ട് കരടച്ച രസീത് കൊടുത്താൽ മതി. ലോണും കാര്യങ്ങളും അവര് ഞാൻ ഇപ്പൊ തന്നെ പോയി. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ പോയിട്ട്. അല്ല, എന്താ നമ്മുടെ ഭാവി പരിപാടി? ചേട്ടാ, ശ്രദ്ധിച്ചാ ശരി. നമ്മുടെ പാർട്ടിനെ കണ്ണന്റെ ഉത്സവ കൂടെ കമ്മിറ്റിക്ക് പോയിക്കോളാം. എന്തെങ്കിലും കൊടുക്കണം. അത് വേണം. അതും ചർച്ച ചെയ്യുന്നുണ്ട്. ആ മനോജെ, നിന്നെപ്പോ കാണാൻ കിട്ടുന്നില്ലല്ലോ. ഞാനീ പണിത്തിരക്കിലല്ലേ. ആ, ചാരായ ഷാപ്പിലായിരിക്കല്ലേ എന്റെ പണി. ആ, അടുത്ത ആഴ്ച കമ്മിറ്റി മീറ്റിംഗ് തീർച്ചയായും വന്നേക്കണം. ആ ഗൗരിട്ടി, മോളെ ഇന്ന് നേരത്തെ പോന്നോ? തുത്തുരു എന്താ മൂത്തൊരു വാട്ടം? ശരിയാ. നൂൽപുട്ടി കഴിച്ചല്ലോ. അച്ഛാ,
കൊലുസ് മേടിക്കാൻ മറക്കല്ലേ. പിന്നെന്താ? ഗൗരി, പിറന്നാളായിട്ട് സമ്മാനമൊന്നും വേണ്ടേ? ഗൗരി, ഇതാ ഹായ്. പിറന്നാൾ സമ്മാനം. എന്നാ, ഇതെന്തിനാ? കണ്ണന് മിഠായി മേടിക്കാനാ. അയ്യോ, അമ്പലത്തിൽ കയറി തൊഴുതില്ല. ഓ, അതൊന്നും സാരമില്ല. അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. നിനക്ക് ദൈവത്തെ പേടിയില്ലേ? എനിക്ക് എൻ്റെ അച്ഛനെ മാത്രമേ പേടിയുള്ളൂ. അപ്പൊ ചങ്ങലാർത്തെ പേടിയില്ലേ? അതാരാ? കാടിനുള്ളിൽ കൂടിയിരിക്കുന്ന ദുർദേവത, ചോരപ്പല്ലും ചോരക്കണ്ണുമായി ചങ്ങലകോലിക്ക് ഒരു വരവുണ്ട്. അത് ആൾക്കാരെ കൊണ്ടു ചങ്ങലമർദ്ദ. അയ്യോ, ചങ്ങലമർദ്ദ, ഓടിക്കോ! അമ്മ അമ്പലത്തിലിടാൻ തന്ന പൈസക്ക് മിഠായി വാങ്ങിയത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അച്ഛന്റെ കുടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ. എൻ്റെ അച്ഛൻ പറഞ്ഞത് ദൈവമൊന്നും ഇല്ലെന്ന്. വേണമെങ്കിൽ ഗിരീഷ് ചേട്ടനോട് ചോദിച്ചു നോക്ക്. ഗിരീഷ് ചേട്ടാ, ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടോ? പിന്നില്ലാണ്ട. ശനിയാഴ്ച കാവുന്ന ഒച്ചേക്കണ്ട. പുളിയെന്തേയില്ലേ കോയിന്റെ ചങ്കത്ത് ചോരടിക്കുന്നു. നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, പക്ഷെ കണ്ടവരാരും ജീവിച്ചിരിക്കില്ല. പിള്ളേർക്ക് കാണാൻ പറ്റുമോ? അങ്ങോട്ട് ചെല്ല്. കോയിന് ചങ്ങനെ പകരം നിന്റെ ചങ്കത്ത് കുടിക്കും. അത് ഓണ്ടൊരു പൂതി. അമ്പലത്തിലിടാൻ തന്ന പൈസക്ക് മിഠായി മേടിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീട്ടുകാർക്കാ കുഴപ്പം. ഇയാള് ചുമ്മാ പറയാ. നീ വാ, നമുക്ക് പോവാം. നിന്നെ എന്റെ കയ്യിൽ കിട്ടും കേട്ടാ. നീ വാ, താനൊന്ന് പോടാ വരാൻ. നിന്നെ വെച്ചിട്ടുണ്ട്. അമ്മു, അകത്തേക്ക് കയറി വാ. വെറുതെ തണുപ്പടിച്ചിട്ട് പനി വരാൻ നിൽക്കണ്ട. ആ, ഇനി അതും പറഞ്ഞ് ഇനി സ്കൂളിൽ പോകാണ്ടിരിക്കണ്ട. അകത്തേക്ക് കയറി വാ. അമ്മു, എന്താ മോളെ? അമ്മേ, അച്ഛൻ കുലിസ് വാങ്ങി വരോ? ഓ മോളെ, അമ്മ ഇതുപോലെ ഓരോ കാര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ഒടുവിൽ അത് കിട്ടില്ലെന്നറിയുമ്പോഴുള്ള വിഷമം കാരണം പിന്നെ അമ്മ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ മോള് നന്നായി പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു. ഒരു ജോലിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും ആഗ്രഹിക്കാം. എൻ്റെ മോള് വാ, വന്ന് എന്തെങ്കിലും കഴിക്കും. ഈശ്വരനെല്ലാം ശരിയാക്കി തരും. ഈശ്വരൻ, അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ലടോ. കള്ളു കുടിച്ച് അതും ഇതും പറഞ്ഞ് നിങ്ങൾ ഓരോന്ന് വരുത്തി വെക്കല്ലേ. ഇനി എന്ത് വരാനാ? നിന്നെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയത് ഒറ്റ കഷ്ടകാലം. പിന്നെ എന്നെ നല്ല അന്തസ്സോടെ എന്റെ വീട്ടുകാർ കെട്ടിച്ചു വിട്ടത്. അന്തസ്സിന്റെ കാര്യം നീ പറയണ്ട. നിന്റെ വീട്ടുകാരെ കൊണ്ട് എന്തെങ്കിലും വരണ്ടേ? എന്തിനാ നല്ലൊരു ദിവസമായിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ മനുഷ്യ? നല്ലൊരു ദിവസമായിട്ട് കുഞ്ഞിനെ പേടിപ്പിക്കണോ? ഞാൻ പേടിപ്പിക്കല്ലേ കുഞ്ഞിനെ? ഞാൻ പേടിപ്പിച്ചല്ലേ? എന്താണ് കാണിക്കണത്?
കുടിച്ച് കുടിച്ച് കടം കയറി നിങ്ങൾ കുടുംബം നശിപ്പിച്ചു. ഞാൻ നശിപ്പിച്ചല്ലേ? ഞാൻ നശിപ്പിച്ചു. നീ ഒന്നും ചെയ്തില്ല. ഞാൻ എല്ലാവരും കാരണം അല്ലേ? പറയണേ. പറഞ്ഞോ അച്ഛാ, ശരിക്കും ദൈവം ഉണ്ടോ? എന്താ സംശയം? ഇല്ല. അമ്മ പറഞ്ഞു പൈസ കൊടുത്ത് പ്രാർത്ഥിച്ചെല്ലാം നടക്കുമെന്ന്. ദൈവത്തിന് പൈസ കൊടുക്കണോ? നിന്റെ അമ്മയ്ക്ക് പ്രാന്താടി. അമ്മേ, അമ്പലത്തിൽ പൈസ ഇടാതെ പ്രാർത്ഥിച്ച കുഴപ്പമുണ്ടോ? മോളെ, ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുത്താൽ മാത്രമേ ദൈവം നമ്മളെ സഹായിക്കൂ. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് നരയിക്കേണ്ടി വരും. ആരാ അമ്മേ ദൈവം? ദൈവം വിചാരിച്ച നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറില്ലേ? ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം ഒരുപാട് കഷ്ടപ്പെടുത്തും. അപ്പം അച്ഛനാണോ അമ്മയുടെ ദൈവം? അച്ഛ, ഇന്നെങ്കിലും എനിക്ക് ആ കുലിസ് മേടിച്ചു തരുമോ? അച്ഛ, കുലിസ് മേടിക്കാൻ മറക്കല്ലേ. എന്റെ മുത്തശ്ശി പാട്ടുണ്ട്, താഴേക്കാവിൽ വിളക്കത്തിച്ചാ നമ്മൾ പ്രാർത്ഥിക്കണ എല്ലാം നടക്കുന്നു. അല്ല, നീയല്ലേ പറഞ്ഞ ദൈവം ഇല്ലാന്ന്? നിനക്ക് കൊലസ് കിട്ടണ്ടേ, അതിനു വേണ്ടിയാ. അല്ലാതെ ദൈവമൊന്നുമില്ല, സത്യമായിട്ടും. ഗിരീഷ് ഏട്ടൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവോ? ആവോ? ഇപ്പൊ വിശ്വാസമായില്ലേ ദൈവം ഉണ്ടെന്ന്? ദേ, നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. ഇതാ രമേശാണല്ലേ? ഇതാണോ നിന്റെ ചങ്ങല മറുത്ത?
ഗൗരി നിക്കേ, ഗൗരി ഗൗരി നിക്കേ. ഞാൻ പറഞ്ഞല്ലേ ദൈവമൊന്നും ഇല്ലെന്ന്. ഇനി എന്റെ അച്ഛന്റെ കൂടിമാരെ എവിടെ പോയി പ്രാർത്ഥിക്കണം ഞാൻ? ഗൗരി ഗൗരി, നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട് 5 നേരം നിസ്കരിച്ച പടച്ചോ നമ്മളെ തെറ്റെല്ലാം പോർക്കുമെന്ന്. വാപ്പ ദൈവത്തെ വിളിക്കുന്നത് പടച്ചോനേന്നാ. ഇതൊക്കെ പടച്ചോന്റെ കഥകളാന്നാ വാപ്പ പറയുന്നേ. ആഹാ, രണ്ടുപേരും ഇവിടെ ഇരിക്കാണോ? ബാക്കിവരെല്ലാം ഗ്രൗണ്ടിൽ പോയല്ലോ. ടീച്ചറെ, ഗൗരിക്കൊരു സംശയം. എന്താ സംശയം? ടീച്ചറോട് ചോദിക്കാം. ടീച്ചറെ, ശരിക്കും ദൈവം എന്ന് പറഞ്ഞുണ്ടോ? മനോജ ഇത് കൂടണ്ടേ? ഇല്ല, കുറെ നാളെ നേരത്തെ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് ഞാനില്ല. അതെന്ത് വർത്താനാ? താനല്ലാതെ നമ്മൾ കൂടുവോ? ഇല്ല ശിവരാമ, മോൾക്കൊരു കൊലുസ് വാങ്ങിക്കണം, അതുകൊണ്ട് ഞാനില്ല. അപ്പൊ കയ്യിൽ കാശുള്ളതുകൊണ്ടാണ് താൻ വരാത്തല്ലേ? തന്റെ കയ്യിൽ കാശിലായിരുന്നപ്പോ ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, മറക്കരുത് കേട്ടോ. താൻ ഒരുപാട് മിനിങ്ങിട്ടില്ലേ, മറക്കാതെ കേട്ടോ. എന്തൊക്കെയാ പറയുന്നത്? എന്താടാ, രണ്ടാളും കൂടെ ഷാപ്പിലേക്കാണോ? താന്ന് പോടോ. മനോജെ, നിർത്തിക്കോ. ഇയാളെ കൊണ്ടൊരു ശരിയായല്ലോ. മനോജേ, താൻ വരുന്നുണ്ടോ? വേദനിപ്പ വരണം കേട്ടോ. പിന്നെ കുപ്പി തീർന്നു പോയിട്ട് പറയരുത്. മനോജെ, നീ പോകരുത്. ആളെ വിളിക്കണേ, അയാൾ പോവാൻ പറ. താൻ വേടോ, ആ 2 കുപ്പി കടിച്ചിട്ട് താൻ വേടോ. ബാക്കി പൈസ സഖാവേ, എന്തോ അറിഞ്ഞോ? നമ്മളെ പയ്യന്നൂർ റേഞ്ചിലെ ചാരായ ഷാപ്പിൽ നിന്ന് കുടിച്ച 3-4 കണ്ണും ചെയ്യും പോയെന്നാ കേട്ടെ. എന്നിട്ടെന്താ? എന്നിട്ടെന്താ, പോയവർക്ക് പോയി, അല്ല എന്താ. എന്ത് നടപടി എടുത്താലും ഇവർക്കിത് വെറും കച്ചവടം. ശരി, ആരുടെ കണ്ണു പോയാലെന്താ, ചെവി പോയാലെന്താ? എന്നെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല. ആ ചെറുത്തോര് ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങിക്കോളെ. ചെറുത്തോര് മനോജെ, നീ കടം വാങ്ങിയും സൈക്കിള് വിറ്റും മോൾക്ക് വാങ്ങിയ കൊലുസിന്റെ തിളക്കമുണ്ടല്ലോ, അതായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശം. ശിവരാമ, ഇത്രയും കാലം നമ്മൾ വീട് മറന്ന് കുറെ കുടിച്ചില്ലേ? ഇനി വീടും ഭാര്യയും കുട്ടികളെ നോക്കി ജീവിക്കുക. നമ്മളെ ഓർത്ത് കഴിയുന്നവരല്ലേ അവര്, നമ്മളെ ദൈവത്തെ പോലെ കാണുന്നവര്. ആ സ്നേഹവും കരുതലും കണ്ടില്ല എന്ന് നടിക്കാൻ ഇനി എനിക്ക് പറ്റില്ല. ഈ സമയമേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റൂ. നാളെ നമ്മളെ മക്കളെ വലുതായി കഴിയുമ്പോൾ അവരുടെ അച്ഛനുമായുള്ള ഓർമ്മയ്ക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതാ. അതെല്ലാ മക്കളും ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് ഞാനില്ല. കല്യാണത്തിന് ശേഷം നമ്മളിങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. അതിന് 4 കാലല്ലേ എപ്പോഴും വരിക. രാവിലെ അല്ലാതെ നിങ്ങൾ എപ്പോഴും ഞാൻ കുടിക്കാതെ കണ്ടിട്ടുണ്ടോ?
അമ്മുന് വാങ്ങിയതാ. നമ്മളെ മോൾ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. അവള് നേരത്തെ കിടന്നുറങ്ങി. നിങ്ങൾ തന്നെ കൊടുത്താൽ മതി അവക്ക്. സുജയ, നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലേ? കുഴിച്ചു വീട്ടിൽ കയറി വരുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാര് എന്നും പ്രാർത്ഥിക്കുന്നത് ഭർത്താവിന്റെ കുടി മാറണേന്നാ. അത് ദേഷ്യം കൊണ്ടൊന്നുമല്ല, ഉള്ളിലെ സ്നേഹം കൊണ്ടാ. ടീച്ചറെ, ശരിക്കും ദൈവം എന്ന് പറഞ്ഞുണ്ടോ? ഉണ്ടല്ലോ. നമ്മളെ മുഖത്ത് നോക്കി ആർക്കാണോ മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കാൻ പറ്റുന്നത് അവരാണ് നമ്മളുടെ ദൈവം.